ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 15-ാം അധ്യായം. മൈത്രേയ ഉവാച. അദതസ്യ പുനൈർവിപ്രൈർ അപുത്രസ്യ മഹീപതേഃ ബാഹുഭ്യാം മധ്യമാനാഭ്യാം മിഥുനം സമപദ്യത. മൈത്രേയർ പറഞ്ഞു, അനന്തരം ബ്രാഹ്മണരായ ആ ഋഷികൾ സന്താനഹീനനായിരുന്ന ആ രാജാവിൻ്റെ 2 കൈകളെയും പിന്നെയും മദനം ചെയ്തപ്പോൾ ഓരോന്നിൽ നിന്നും ഓരോ സന്താനമുണ്ടായി. ഒന്ന് പുരുഷനും ഒന്ന് സ്ത്രീയുമായിരുന്നു. തദ്ദൃഷ്ട്വാ മിഥുനം ജാതം ഋഷയോ ബ്രഹ്മവാദിനഃ ഊജു പരമസന്തുഷ്ട വിദിത്വാ ഭഗവത്കലാം. വേദാധ്യായനാദി മഹിമയാൽ ഭഗവത് സ്വരൂപത്തെ നന്നായി അറിഞ്ഞിരിക്കുന്ന ആ ഋഷികൾ അപ്പോൾ ജനിച്ചിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരായ ആ 2 സന്താനങ്ങളെ നോക്കിയിട്ട് ഭഗവാന്റെ അംശാവതാരങ്ങളാണെന്നറിഞ്ഞതിനാൽ ഏറ്റവും സന്തുഷ്ടന്മാരായിട്ട് ഇങ്ങനെ പറഞ്ഞു. ഋഷയ ഊജുഹു. ഏഷ വിഷ്ണോർഭഗവതഃ കലാഭുവനപാലിനി ഇയം ച ലക്ഷ്മ്യാ സംഭൂതിഃ പുരുഷസ്യാനപായിനി. ഋഷികൾ പറഞ്ഞു, പുരുഷസ്വരൂപമായ ഈ സന്താനം ഭഗവാനായ വിഷ്ണുവിൻ്റെ ഭുവനങ്ങളെ പാലിക്കുന്ന ശക്തിയുടെ സ്വരൂപമാകുന്നു. ഈ സ്ത്രീരൂപമാകട്ടെ മഹാപുരുഷനെ പിരിഞ്ഞിരിക്കാത്ത മഹാലക്ഷ്മിയുടെ അവതാരവുമാകുന്നു. അയം തു പ്രഥമോ രാജ്ഞാം പുമാൻ പ്രദയിതാ യശഃ പൃഥുർനാമ മഹാരാജോ ഭവിഷ്യതി പൃഥുസ്രവാഃ. ഈ പുരുഷൻ മഹാകീർത്തിമാനും പൃഥു എന്നു പേരുള്ളവനും രാജാക്കന്മാരിൽ പ്രഥമനുമായ മഹാരാജാവായി ഭവിക്കും. അപൂർവ കർമ്മങ്ങളാൽ സ്വകീർത്തിയെ ലോകത്തിൽ പ്രസിദ്ധമാക്കും. ഇയം ച സുദതീ ദേവി ഗുണഭൂഷണഭൂഷണ അർച്ചിർനാമവരാരോഹ പൃഥുമേവാ വരുന്ധതി. ദേവസ്ത്രീ തുല്യയും സൽഗുണങ്ങൾക്കും ഉത്കൃഷ്ടങ്ങളായ ആഭരണങ്ങൾക്കും ഭൂഷണമായിരിക്കാൻ തക്ക ബുദ്ധിയോഗ്യതയും ശരീര സൗന്ദര്യവുമുള്ള സുദതിയായ ഈ ഉത്തമ സ്ത്രീ അർച്ചിസ് എന്ന പേരോടുകൂടിയവളായിട്ട് പൃഥുവിനെ തന്നെ ഭർത്തൃത്വേന സ്വീകരിച്ച് ഒരുമിച്ച് വസിക്കും. പുരുഷനെ പൃഥു എന്നും സ്ത്രീക്ക് അർച്ചിസ് എന്നും മുനിമാർ പേർ വിളിച്ചു എന്ന് മനസ്സിലാക്കണം. ഏഷ സാക്ഷാദ്ധരേരംശോ ജാതോ ലോകരിരക്ഷയാ ഇയം ച തത്പരാ ഹി ശ്രീർ അനുജജ്ഞേന പായിനി. ഇവൻ ലോകത്തെ സംരക്ഷിപ്പാനുള്ള കാരുണ്യത്തോടുകൂടെ അവതരിച്ചിരിക്കുന്ന സാക്ഷാൽ ശ്രീഹരിയുടെ അംശവും ഇവൾ ശ്രീഹരിയിൽ പരമപ്രേമത്തോടുകൂടിയവളും ശ്രീഹരിയെ വേറിട്ടിരിക്കാത്തവളുമായ ശ്രീദേവിയുടെ അവതാരവുമാകുന്നു. പ്രശംസന്തി സ്മ തം വിപ്ര ഗന്ധർവപ്രവരാജഗുഹു മുമുജു സുമനോദാരാ സിദ്ധാ നൃത്യന്തി സ്വസ്ത്രിയഃ. ഭൃഗ്വാദികളായ ഋഷികളെ കൂടാതെ അവിടെ ഉണ്ടായിരുന്ന സാധാരണ ബ്രാഹ്മണന്മാർ ഭഗവാന്റെ കല്യാണ ഗുണങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്തു. ഗന്ധർവന്മാരുടെ അധിപന്മാരായ വിശ്വാവസു മുതലായവർ സന്തോഷസൂചകമായി ഗാനം ചെയ്തു. സിദ്ധന്മാർ പുരുഷവർഷം ചെയ്തു. ദേവസ്ത്രീകൾ നർത്തനം ചെയ്തു. ശംഖതൂര്യമൃദംഗാദ്യ നേതുർദുന്ദുഭയോ ദിവി തത്ര സർവ ഉപാജഗ്മുർ ദേവർഷി പിതॄണാം ഗണാഃ. സ്വർഗത്തിൽ ശംഖം, തുര്യം, മൃദംഗം മുതലായ വാദ്യങ്ങളെ ദേവന്മാർ മുഴക്കി. പൃഥുവിൻ്റെ അവതാരമുണ്ടായ സ്ഥാനത്തിൽ ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ ഇവരുടെ സംഘം വന്നു ചേർന്നു. ബ്രഹ്മാ ജഗത് ഗുരുർദേവൈഃ സഹാശ്രിത്യ സുരേശ്വരൈഃ വൈന്യസ്യ ദക്ഷിണേ ഹസ്തേ ദൃഷ്ട്വാ ചിഹ്നം ഗദാഭൃതഃ പാദയോരരവിന്ദം ച തം വൈ മേനേ ഹരേ കലാം യസ്യാ പ്രതിഹതം ചക്രം അംശഃ പരമേഷ്ഠിനഃ തസ്യാഭിഷേക ആരബ്ധോ ബ്രാഹ്മണൈ ബ്രഹ്മവാദിഭിഃ ആഭിഷേചനികാന്യസ്മാ ആജഹ്രു സർവതോ ജനാഃ. സകല ലോകങ്ങളുടെയും പിതാവായ ബ്രഹ്മദേവൻ ഇന്ദ്രാദികളായ ദിക്പാലന്മാരോടും സനകാദികളോടും കൂടെ അവിടെ വന്നു. വേന ശരീരത്തിൽ നിന്ന് അവതരിച്ചിരിക്കുന്ന പൃഥുവിൻ്റെ വലത്തെ കൈയിൽ അന്യരേഖകളുടെ സംബന്ധത്തോടുകൂടാതെ സ്വച്ഛമായി പ്രകാശിക്കുന്ന ചക്രരേഖയും പാദങ്ങളിൽ താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ള രേഖയും കണ്ടിട്ട് ഇവൻ ശ്രീഹരിയുടെ അംശം തന്നെയെന്ന് നിശ്ചയിച്ചു.
ഏതൊരുവൻ്റെ കരത്തിൽ ചക്രരേഖ മറ്റു രേഖകളുടെ തടസ്സം കൂടാതെ പ്രകാശിക്കുന്നുവോ അവൻ ഹരിയുടെ അംശമാണെന്ന് സാമുദ്രിക ശാസ്ത്രം ബോധിപ്പിക്കുന്നു. വേദജ്ഞന്മാരായ ബ്രാഹ്മണന്മാർ പൃഥുവിനെ ഭൂലോകത്തിൽ രാജാവായി അഭിഷേകം ചെയ്യുവാൻ ഭാവിച്ച ഉടനെ സർവ്വദിക്കുകളിൽ നിന്നും ജനങ്ങൾ അഭിഷേക സാധനങ്ങളെ കൊണ്ടുവന്നു സമർപ്പിച്ചു. സരിത് സമുദ്രാഗിരയോ നാഗാഗാവക്കാമൃഗാഹ ദ്യൗക്ഷിതി സർവഭൂതാനി സമാജഹൃരുപായനം. അഭിഷേകം കഴിഞ്ഞപ്പോൾ സകല ഭൂതങ്ങളും ചക്രവർത്തി മഹാരാജാവിന് സാദരം കാഴ്ചദ്രവ്യങ്ങളെ സമർപ്പിച്ചു. നദികൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ എന്നിവയുടെ സൂക്ഷ്മ രൂപങ്ങളായിരിക്കുന്ന ദേവതകളും സർപ്പങ്ങൾ, പശുക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയും അന്തരീക്ഷം, ഭൂമി എന്നിവയുടെ സൂക്ഷ്മ ദേവതകളും എന്നുവേണ്ട സർവഭൂതങ്ങളും കാഴ്ചദ്രവ്യങ്ങളെ സമർപ്പിച്ചു. സോഭിഷിക്തോ മഹാരാജഃ സുവാസാസാദ്വലംകൃതഃ പത്ന്യാർച്ചിഷാലംകൃതയാ വിരേജേഗ്നിരിവാപരഃ. ബ്രാഹ്മണരാൽ അഭിഷേകം ചെയ്യപ്പെട്ട മഹാരാജാവായ പൃഥുചക്രവർത്തി രാജോചിതമായ വിശേഷ വസ്ത്രാലങ്കാരങ്ങളെ ധരിച്ചു. അതുപോലെ തന്നെ അലങ്കൃതയായ സ്വപത്നിയായ അർച്ചിസ് എന്ന ദേവിയോടുകൂടി ചേർന്നപ്പോൾ ജ്വാലാഭൂയിഷ്ഠനായ രണ്ടാമത്തെ അഗ്നി എന്ന പോലെ പ്രകാശിച്ചു. തസ്മൈ ജഹാരദനദോ ഹൈമം വീരവരാസനം വരുണസലിലസ്രാവം ആതപത്രം ശശിപ്രഭം വായുശ്ച ബാലവ്യജനെ ധർമ്മകീർത്തിമയീം സ്രജം ഇന്ദ്രകിരീടമുത്കൃഷ്ടം ദണ്ഡം സംയമനം യമഃ ബ്രഹ്മാ ബ്രഹ്മമയം വർമ്മ ഭാരതീഹാരമുത്തമം ഹരിസുദർശനം ചക്രം തത്പത്ന്യം വ്യാഹതാം ശ്രിയം ദശചന്ദ്രമസീം രുദ്രഃ ശതചന്ദ്രം തദാംബിക സോമോ മൃതമയാനശ്വാം സ്പഷ്ട രൂപാശ്രയം രഥം. സ്വർണനിർമ്മിതവും വീരന്മാർക്കിരിപ്പാൻ ഉചിതവുമായ ഉത്കൃഷ്ടാസനത്തെ കുബേരനും ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതും അമൃതം ഒഴുകുന്നതുമായ വെൺകൊറ്റക്കുടയെ വരുണനും 2 വെഞ്ചാമരങ്ങളെ വായുദേവനും കീർത്തി തന്നെ മൂർത്തിയെ ധരിച്ചതോ എന്നു തോന്നുമാറ് ശോഭിക്കുന്ന പൂമാലയെ ധർമ്മദേവനും ഉത്കൃഷ്ടമായ കിരീടത്തെ ദേവേന്ദ്രനും എല്ലാവരെയും കീഴടക്കുവാൻ ശക്തിയോടുകൂടിയ ദണ്ഡത്തെ യമനും ബ്രഹ്മസ്വരൂപമായ കവചത്തെ ബ്രഹ്മാവും ഉത്തമമായ മുത്തുമാലയെ സരസ്വതീദേവിയും സുദർശന ചക്രത്തെ ശ്രീഹരിയും നശിക്കാത്തതായ ശോഭയെ ശ്രീഹരി പത്നിയായ ശ്രീദേവിയും ചന്ദ്രാകൃതിയിലുള്ള 10 അടയാളങ്ങളോടുകൂടിയ വാളിനെ രുദ്രനും ആമാതിരി 100 ചിഹ്നങ്ങളുള്ള മറ്റൊരു വാളിനെ രുദ്രാണിയും മരണം, ക്ഷീണം, വിയർപ്പ്, വിശപ്പ്, ദാഹം മുതലായവ ഇല്ലാതിരിക്കുന്ന കുതിരകളെ ചന്ദ്രനും സൗന്ദര്യത്തിൻ്റെ സ്വരൂപമോ എന്ന് തോന്നുമാറ് ശോഭിക്കുന്ന തേരിനെ വിശ്വകർമാവും സമർപ്പിച്ചു. അഗ്നിരാജഗവം ചാപം സൂര്യോ രശ്മിമയാനിഷൂൻ ഭൂപാദുകേ യോഗമയ്യോ ദ്യൗ പുഷ്പാവലിമന്വഹം നാട്യം സുഗീതം വാദിത്രം അന്തർധാനം ച കേചരാഃ കൃഷയാശ്ചാശിഷ സത്യാഃ സമുദ്രശങ്കമാത്മജം സിന്ധവ പർവ്വതാനദ്യോ രഥവീതിർമഹാത്മനഃ സൂതോദമാഗതോ വന്ദി തം സ്തോതുമുപദസ്ഥിരേ. ആടിൻ്റെയും പശുവിൻ്റെയും കൊമ്പുകൾ കൊണ്ടുണ്ടാക്കിയ വില്ലിനെ അഗ്നിദേവനും രശ്മികളെന്ന പോലെ അതിവേഗത്തിൽ പായുന്ന ബാണങ്ങളെ സൂര്യഭഗവാനും വിചാരിച്ച മാത്രത്തിൽ വിചാരിച്ച ദിക്കിലെത്തിക്കുന്നതിനുള്ള ശക്തിയുള്ള മെതിയടികളെ ഭൂമിദേവിയും എല്ലാ ദിവസവും പുഷ്പവർഷം ചെയ്തുകൊള്ളാമെന്നുള്ള പ്രതിജ്ഞയെ അന്തരീക്ഷ ദേവതയും നാട്യവിദ്യ, ഗാനവിദ്യ, വാദ്യവിദ്യ, അന്തർധാനവിദ്യ എന്നിവയെ ആകാശസഞ്ചാരികളായ ഗന്ധർവ വിദ്യാധരാദി ദേവന്മാരും സത്യകളായ ആശിസ്സുകളെ ഋഷികളും തന്നിൽ നിന്നുണ്ടായ ശംഖത്തെ ലവണസമുദ്രവും ദാനം ചെയ്തു. സപ്തസമുദ്രങ്ങളും പർവ്വതങ്ങളും നദികളും മഹാത്മാവായ ആ മഹാരാജാവിൻ്റെ രഥസഞ്ചാരത്തിന് മാർഗം അനുവദിക്കാമെന്നുള്ള അനുഗ്രഹം നൽകി. അനന്തരം സൂതമാഗതവന്തികൾ ആ മഹാരാജാവിനെ സ്തുതിപ്പാൻ പുറപ്പെട്ടു. സ്ഥാവകാം സ്ഥാനഭിപ്രേത്യ പൃഥുർവൈന്യപ്രതാപവാൻ മേഘനിർഹ്ലാദയാ വാച പ്രഹസന്നിതമബ്രവീത്. സൂതാദികൾ തന്നെ സ്തുതിപ്പാൻ ഭാവിക്കുന്നതായി അറിഞ്ഞിട്ട് വേനാംഗത്തിൽ നിന്നും ജാതനും യഥാർത്ഥമായ പ്രതാപമുള്ളവനുമായ പൃഥുമഹാരാജാവ് മന്ദഹാസം ചെയ്തു.
മേഘഗർജനം പോലെ ഗംഭീരമായ ശബ്ദത്തോടുകൂടിയ വാക്കുകളെ പുറപ്പെടുവിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. പൃഥുരുവാച: ഭോസൂദഹേമാഗത സൗമ്യവന്ദിൻ ലോകേതുനാ സ്പഷ്ടഗുണസ്യ മേ സ്യാത് കിമാശ്രയോ മേ സ്തവയേഷ യോജ്യതാം മാമയ്യഭൂവൻ വിദദാഗിരോ വഹ. പൃഥുരാജാവ് പറഞ്ഞു: അല്ലയോ സൂതമാഗത വന്ദികളെ, ഇപ്പോൾ എൻ്റെ ഗുണങ്ങൾ ലോകത്തിൽ സ്പഷ്ടമായിട്ടില്ലാതിരിക്കെ നിങ്ങൾ എന്നെ സ്തുതിക്കുന്നത് എന്തിനെ ആശ്രയിച്ചിട്ടാണ്? എന്നിൽ ഉപയോഗിക്കുന്ന നിങ്ങളുടെ വാക്കുകൾ വ്യർത്ഥകളായി ഭവിക്കരുതല്ലോ. അതുകൊണ്ട് സർവഗുണ സമ്പൂർണനായിരിക്കുന്ന ഈശ്വരനെ നിങ്ങൾ സ്തുതിപ്പിൻ. എന്നെ സ്തുതിപ്പാൻ കാലമായില്ല. തസ്മാത് പരോക്ഷേ സ്മദുപസൃതാന്യലം കരിഷ്യതസ്തോത്രമവീച്യ വാചഃ സത്യുത്തമശ്ലോകഗുണാനുവാദേ ജുഗുപ്സിതം നസ്തവയന്തി സഭ്യാഃ. അല്ലയോ മധുരമായി സംസാരിക്കുന്ന സൂതമാഗതാദികളെ, എൻ്റെ ഗുണങ്ങൾ ലോകത്തിൽ പ്രഖ്യാതങ്ങളായതിനു ശേഷം അവയെക്കുറിച്ച് നിങ്ങൾ ഏറ്റവും സ്തുതിച്ചുകൊള്ളുവിൻ. സഭ്യന്മാർ എന്നെ സ്തുതിപ്പാനായി നിങ്ങളെ പ്രേരിപ്പിക്കുന്നതായിട്ട് നിങ്ങൾ ധരിക്കേണ്ട. കീർത്തിച്ച മാത്രത്തിൽ ജനങ്ങളുടെ ഹൃദയാന്തകാരത്തെ നശിപ്പിക്കുവാൻ സമർത്ഥമായിരിക്കുന്ന യശസ്സോടുകൂടിയ ഭഗവാന്റെ ഗുണങ്ങൾ കീർത്തനീയങ്ങളായിരിക്കെ അപ്രസിദ്ധനായ ഒരുവനെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ സഭ്യന്മാർ പറയുകയില്ല. മഹദ്ഗുണാനാത്മനി കർത്തൃമീശഃ കസ്താവകൈസ്താവയതേ സദോഭി തേസാ ഭവിഷ്യന്നിധി വിപ്രലബ്ധോ ജനാവഹാസം കുമതിർന വേദ. സജ്ജനങ്ങൾ ആചരിക്കുന്നതായ സൗശീല്യം, സ്വധർമാനുഷ്ഠാനം മുതലായ കല്യാണ ഗുണങ്ങളെ സമ്പാദിക്കുവാൻ സമർത്ഥമായ ഏതെങ്കിലും ഒരുവൻ വർത്തമാനകാലത്തിൽ തനിക്കില്ലാത്ത ഗുണങ്ങൾ ഉണ്ടാകുമെന്നുള്ള സംഭാവനയാൽ സ്തോത്രം ചെയ്യിപ്പിക്കുവാൻ ഒരുങ്ങുമോ? ഇദ്ദേഹം ശാസ്ത്രാഭ്യാസാദികൾ ചെയ്തതാൽ സുപ്രസിദ്ധമായിരിക്കുന്ന വൈദുഷ്യാദി ഗുണം ഉണ്ടാകാതിരിക്കയില്ല എന്നിങ്ങനെയുള്ള സ്തോത്രം ചെയ്യുന്നത് ഇവനെ വഞ്ചിക്കുകയാണെന്നറിയുവാൻ യോഗ്യതയില്ലാത്ത ഈ ബുദ്ധിഹീനനെ ജനങ്ങൾ പരിഹസിക്കുമെന്ന് ഇവൻ അറിയുന്നില്ല. പ്രഭവോപ്യാത്മനസ്തോത്രം ജുഗുപ്സന്ധ്യഭിവിശ്രുതാഃ ഹ്രീമന്തപരമോദാര പൗരുഷം വാ വിഗിർഹിതം. സ്വന്തം സാമർഥ്യത്താൽ സമ്പാദിക്കപ്പെട്ട കല്യാണ ഗുണങ്ങളാൽ പ്രസിദ്ധന്മാരായവർ കൂടെ സമ്മുഖന്മാരായിട്ടവരെ സ്തുതിക്കുന്ന പക്ഷം അതിനെ വിരോധിക്കുകയും ആ സ്തുതിയെ അവർ നിന്ദിക്കുന്നതുപോലെ വിചാരിക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ അവർ ചെയ്ത ഗുണങ്ങളെ കീർത്തിക്കുന്നത് കേൾക്കുമ്പോൾ അവർക്ക് ലജ്ജയുണ്ടാകാതിരിക്കയില്ല. എന്നു മാത്രമല്ല, വാസ്തവത്തിൽ അവർ പരമയോഗ്യന്മാരായതുകൊണ്ട് അവർക്ക് സ്വതേ തന്നെ കൃതാർത്ഥതയുണ്ട്. മറ്റൊരുത്തൻ സ്തുതിക്കുന്നതിനെ അവർ ഏതുവിധം വിചാരിക്കുന്നുവെന്നാൽ, അറിയാതെ ചെയ്തുപോയ നിന്ദിത കർമ്മത്തെ ഒരുവൻ ഏതുവിധം പുറത്തു പറയുവാൻ മടിക്കുമോ അതുപോലെ നിന്ദാവഹമായിട്ട് വിചാരിക്കുന്നു. വയം തിവിദിതാ ലോകേ സൂതാദ്യാഭിപരീമഭിഃ കർമ്മഭിഃ കഥമാത്മാനം ഗാപയിഷ്യാമബാലവത്. ഹേ സൂത, ഞാനാകട്ടെ ഉത്കൃഷ്ട കർമ്മങ്ങൾ കൊണ്ട് ലോകത്തിൽ ഇപ്പോൾ കീർത്തിക്കപ്പെട്ടിരിക്കുന്നില്ല. ആ സ്ഥിതിക്ക് അറിവില്ലാത്ത ഒരുവനെ പോലെ എന്നെക്കുറിച്ച് മറ്റുള്ളവരെ കൊണ്ട് ഞാൻ തന്നെ സ്തോത്രം ചെയ്യിപ്പിക്കുന്നതെങ്ങനെ? അത് സമുചിതമല്ല എന്ന് പറഞ്ഞ് സൂതാദികളെ വിരോധിച്ചു. ഇതിൽ നിന്ന് സിദ്ധിക്കുന്ന സാരം ഇതാകുന്നു: കല്യാണ ഗുണങ്ങൾ കൊണ്ട് കീർത്തിക്കപ്പെട്ടിരുന്നാലും ആത്മകീയ സ്തുതി കേൾപ്പാൻ ഇഷ്ടമില്ലാതിരിക്കുന്നവർ ഉത്തമന്മാർ. തങ്ങൾക്ക് യഥാർത്ഥമായുള്ള ഗുണങ്ങളെ സ്തുതിക്കുന്നതിൽ വിരോധിക്കാതെ ഇരിക്കുന്നവർ മധ്യമന്മാർ. ഗുണങ്ങളില്ലെന്നിരിക്കലും അന്യരെ കൊണ്ട് സ്തോത്രം ചെയ്യിപ്പിക്കുന്നവർ മന്ദബുദ്ധികൾ. അതിനാൽ മന്ദന്മാരുടെ സംഘത്തിൽ അറിവോടുകൂടെ ഞാൻ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെക്കുറിച്ച് നിങ്ങൾ സ്തുതിക്കേണ്ട എന്നു പറഞ്ഞ് പൃഥുരാജാവ് സ്തുതിയെ നിരോധിച്ചു. 15-ാമത്തെ അധ്യായം സമാപിച്ചു. 16-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.